പഴങ്ങളുടെ രാജാവ് ഏതാണ്? എല്ലാവരെയും മനസ്സിൽ ആ ഉത്തരം ഉദിച്ചു കഴിഞ്ഞു ഇല്ലേ? പഴങ്ങളുടെ കിരീടം ചൂടി നിൽക്കുന്ന അത് മാമ്പഴമാണല്ലേ. രുചി കൊണ്ട് മാത്രമൊന്നല്ല കേട്ടോ പഴങ്ങളുടെ രാജാവായിട്ട് മാമ്പഴം മാറിയത്. മാമ്പഴത്തിൽ ഒരുപാട് പോഷകമൂല്യമുള്ള വസ്തുക്കളുണ്ട്. ആദ്യം ഞാനൊരു കാര്യം പറയാം, ഇതിൽ കുറച്ച് ഷുഗറിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. പ്രമേഹ രോഗികളൊക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആവണേ, വാരി വലിച്ച് തിന്നരുത്. മാമ്പഴം നമ്മുടെ ദഹനത്തിന് നല്ലൊരു സൊല്യൂഷനാണ്, പ്രത്യേകിച്ച് ശോധനയൊക്കെ കിട്ടാൻ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മാമ്പഴം ഒരു രാജാവാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശക്തമാക്കാനും മാമ്പഴം വളരെ ഹെൽപ്ഫുള്ളാണ്. മാമ്പഴം വാട്ടർ സൊല്യൂബിളായിട്ടുള്ള വൈറ്റമിൻ സിയുടെ നല്ലൊരു ഉറവിടാണ്. മൂപ്പരെന്താ ചെയ്യാമെന്നറിയോ? നമ്മളുടെ ശരീരത്തിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുന്നതാണുള്ളത്. പ്രത്യേകിച്ച് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് അയൺ ഗുളിക കഴിക്കുന്നവർക്ക് അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി മാമ്പഴം നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും മാമ്പഴം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്താ അറിയോ? ഒരു മാങ്ങ അങ്ങോട്ട് കഴിച്ച് ഇരുന്ന് ജീവിതത്തിലേക്ക് പ്രവേശിച്ചാണ്ടല്ലോ വയറവിടെ ഇങ്ങനെ ഫുള്ളായി കിടക്കും. പിന്നെ നമുക്ക് അധികം ഭക്ഷണം ഒന്നും കഴിക്കേണ്ടി വരില്ല. ഒരു ശരാശരി മാമ്പഴത്തിൽ എത്ര കലോറി ഉണ്ടെന്നറിയോ? 60 കിലോ കലോറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാമ്പഴം ഒന്നാണ്ട് കഴിച്ചാൽ നിങ്ങൾ വയറ് ഫുള്ളാകുകയും ചെയ്യും, പിന്നെ അധികം കഴിക്കുകയും വേണ്ട, ഓവർ കലോറി എത്തിയില്ല. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 100 ഗ്രാം ബ്രോസ്റ്റോ എന്തൊക്കെ കഴിക്കാൻ എത്ര കലോറി ആയിക്ക് ഉള്ളിൽ ചെന്നത്? ഏതാണ്ട് 400, 500, 600 കലോറി വരെ ഊർജ്ജം ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവും, എണ്ണയൊക്കെ കൂടുതൽ. അതേ സ്ഥാനത്ത് ഇത് ഒരു 60 ഉള്ളത്, മനസ്സിലായോ? തീർച്ചയായിട്ടും മാമ്പഴത്തെക്കുറിച്ച് ഇനി അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ്. ബൈ.